ഇന്ത്യ വലിയൊരു പ്രതിരോധ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വിമാനങ്ങൾ പറക്കുന്നതിന് മുകളിൽ, ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തിന് താഴെ, നിയർ സ്പേസ് എന്ന് വിളിക്കുന്ന മേഖല കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ വ്യോമസേന. അതും മാസങ്ങളോളം ആകാശത്ത് പറന്നു നടക്കുന്ന സ്പൈ ഡ്രോണുകൾ ഉപയോഗിച്ച്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ആകാശ കണ്ണുകൾ പ്രവർത്തിക്കുന്നത്? ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ വരുന്ന ശത്രുക്കൾക്ക് ഏത് രീതിയിലാണ് അവ വെല്ലുവിളിയാകുന്നത്? നമുക്ക് നോക്കാം. സാധാരണ വിമാനങ്ങൾ പറക്കുന്നത് ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിലാണ്. ഉപഗ്രഹങ്ങളാകട്ടെ 500 കിലോമീറ്റർ മുകളിലും. ഈ രണ്ടിനും ഇടയിലുള്ള ഏകദേശം 18 മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലുള്ള മേഖലയാണ് നിയർ സ്പേസ്. ഇവിടെ വായു വളരെ കുറവാണ്, അന്തരീക്ഷം തണുത്തത്. ഈ ദുർഘടമായ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഏതൊരു വ്യോമസേനയ്ക്കും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ മേഖലയിലാണ് ഇന്ത്യ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത്. അതിർത്തികളിൽ നിരീക്ഷണം നടത്താൻ ഇതിലും മികച്ച മറ്റൊരു ഇടമില്ല. പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. അവർ വികസിപ്പിച്ചെടുത്ത ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റംസ് അഥവാ HAPS ഡ്രോണുകളാണ് ഈ വിപ്ലവത്തിന് പിന്നിൽ. സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ഈ ഡ്രോണുകൾക്ക് പകൽ സമയത്ത് സൂര്യപ്രകാശത്തു നിന്നും ഊർജ്ജം ശേഖരിച്ച് മാസങ്ങളോളം പ്രവർത്തിക്കാൻ കഴിയും. ഒരു സ്ഥിരം ഉപഗ്രഹം പോലെ ഒരു പ്രത്യേക പ്രദേശത്തിന് മുകളിൽ തന്നെ അനങ്ങാതെ നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഉപഗ്രഹങ്ങൾ ഒരു സ്ഥലത്തിന് മുകളിൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എന്നാൽ HAPS ഡ്രോണുകൾക്ക് അതിർത്തികളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയും. നമ്മുടെ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാതായാൽ പോലും വാർത്താവിനിമയ സംവിധാനങ്ങൾ തടസ്സമില്ലാതെ കൈമാറാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. കൂടാതെ ശത്രുവിന്റെ മിസൈലുകൾ വിക്ഷേപിക്കുന്ന നിമിഷം തന്നെ അവയെ കണ്ടെത്താനും അവയുടെ കൃത്യമായ ലൊക്കേഷൻ സൈന്യത്തിന് കൈമാറാനും ഇവ സഹായകമാകും. ലഡാക്കിലെ ഉയർന്ന മലനിരകളിലും കഠിനമായ കാലാവസ്ഥയും കാരണം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പലപ്പോഴും മേഘാവൃതമാകാനോ കൃത്യത കുറയാനോ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലും കൃത്യമായ നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ അവയ്ക്ക് ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ എത്താൻ കഴിയൂ. എന്നാൽ HAPS ഡ്രോണുകൾക്ക് മാസങ്ങളോളം ഒരേ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് തത്സമയ ദൃശ്യങ്ങൾ നൽകാം. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനെ അപേക്ഷിച്ച് ഇത്തരം ഡ്രോണുകൾ പ്രവർത്തന സജ്ജമാക്കാൻ ചിലവ് വളരെ കുറവാണ് എന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് വലിയ നേട്ടമാണ്. ലോകം മാറുകയാണ്. സാങ്കേതിക വിദ്യയിലും പ്രതിരോധ രംഗത്തും ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നു. ഈ നിയർ സ്പേസ് വിപ്ലവത്തോടെ ഇന്ത്യ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണ്.